വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾ കുറയുകയും ഭാര്യയോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുകയും അല്പകാലം കഴിയുന്നതോടുകൂടെ ഭാര്യയോടുള്ള സ്നേഹം കുറയുകയും കൂട്ടുകാരോട് നേരത്തെ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന സ്നേഹത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ആ പഴയ സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഭാര്യമാർ പലപ്പോഴും പറയാറുണ്ട്. ചില ആളുകളുണ്ട്, അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൂട്ടുകാർക്കിടയിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും മറ്റെവിടെ പോയി കഴിഞ്ഞാലും വളരെയധികം മാന്യന്മാരായിരിക്കും. വളരെ നല്ല തങ്കപ്പെട്ട സ്വഭാവം എന്നൊക്കെ പറയുന്ന നല്ല സ്വഭാവമുള്ള ആളുകൾ. പക്ഷേ ഇവർ വീട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ കടിച്ചു കീറുന്നത് പോലെ, കടിച്ചു കീറുന്ന പുലികളെപ്പോലെയായി മാറുന്ന ചില ആളുകളുണ്ട്. ചില ഭാര്യമാർ ഒരു തവണ ഒരു തെക്കൻ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു ഭർത്താവിനെ കുറിച്ച് വടക്കൻ കേരളത്തിലുള്ള ഒരു ഭാര്യ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ആ ഭാര്യ വളരെ സങ്കടത്തോട് പറയാണ്, എൻ്റെ ഭർത്താവ് ആഴ്ചയിൽ ഓരോ ദിവസം വീട്ടിൽ വരും, 2 നൈറ്റ് രാത്രി വീട്ടിലുണ്ടാവും. അങ്ങേര് വരുന്നത് ആലോചിക്കുമ്പോഴേക്കും മനസ്സിന് ഒരുമാതിരി സങ്കടം വരിക. അദ്ദേഹം വരുന്നത് ദിവസമാകുമ്പോഴേക്കും കൈയും കാലും ഒക്കെ തളർന്നു പോകുന്നത് പോലെ തോന്നുകയാണ്. കാരണം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം കടിച്ചു കീറി മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും കടിച്ചു കീറി പെരുമാറുന്നൊരു സ്വഭാവമാണ് അദ്ദേഹത്തിന്. ഇങ്ങനെ പറയുന്ന ഭാര്യമാരുണ്ട്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മൈ ഡിയർ ബ്രദേഴ്സ്, ഭാര്യമാരെ നമ്മൾ ആദരിക്കാറുണ്ടോ? ഭാര്യമാർക്ക് അവർ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കാറുണ്ടോ? നമ്മുടെ മക്കളെ വളരെ പ്രയാസപ്പെട്ട് ഗർഭം ധരിക്കുന്നത് അവരാണ്, നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് മക്കൾ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ ആ മക്കൾക്ക് ജന്മം നൽകുന്നത്, പ്രസവം എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ അവർക്ക് ജന്മം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരാണ്. അവർക്ക് മുലയൂട്ടുന്നത് 2 വർഷക്കാലം മുലയൂട്ടുന്നത്, രാത്രി കരയുമ്പോൾ രാത്രിയും പകൽ കരയുമ്പോൾ പകലും, ഇടയിലാണെങ്കിൽ അലക്കുന്നതിനിടയിൽ, മറ്റെന്തെങ്കിലും കാര്യത്തിനിടയിൽ, അതിനിടയിൽ എല്ലാം വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ പോറ്റുകയും പരിപാലിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നമ്മൾ അവരാദരിക്കുന്ന തരത്തിലുള്ള ഒരു റെസ്പെക്റ്റ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു പോകും. ഇത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ്. വീട്ടിലും വീട്ടിനകത്തും ഒരേപോലെ മാന്യന്മാരാകുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവുക. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, പുറത്തു പോകുന്ന ഭാര്യമാരാണെങ്കിലും കുടുംബങ്ങളിലും മറ്റും കാണിക്കുന്ന ആ ഒരു സ്നേഹം ഭർത്താക്കന്മാരോട് കാണിക്കാറുണ്ടോ? നിങ്ങളുടെ ആ ഭർത്താവ് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ബഹുമാനം നിങ്ങൾ കൊടുക്കാറുണ്ടോ? പുറത്തു പോയി അധ്വാനിക്കുകയും ബിസിനസ് ചെയ്യുകയും കാശുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ പലപ്പോഴും ഭാര്യമാരോടോ മക്കളോടോ സ്നേഹമില്ലാത്തത് കൊണ്ടോ താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ല അവർ പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വിദൂര നാടുകളിലേക്ക്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ ജോലി തേടി പോകുന്നത് കുടുംബത്തോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ അവർക്ക് അർഹിക്കുന്ന തരത്തിൽ, അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ബഹുമാനം നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഭാര്യമാർക്കുള്ളത് ഭർത്താക്കന്മാർക്കുള്ളത് ഭാര്യമാരും കൊടുക്കാറുണ്ടോ? രണ്ടുപേരും ഈ ഒരു ബഹുമാനം കൊടുക്കാറുണ്ടോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളും സേവനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അർഹിക്കുന്ന ഒരു ആദരവ് കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാവട്ടെ. അങ്ങനെ ഒരു നല്ല സ്നേഹാധിഷ്ഠിതമായ ഒരു ബന്ധമുണ്ടാവട്ടെ. പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു വിളനിലമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി.